യേശുവിൽ പ്രിയപ്പെട്ടവരെ, ധനികനായ മനുഷ്യൻ്റെ കൃഷിസ്ഥലത്ത് ധാരാളമായ വിളവുകൾ ഉണ്ടായപ്പോൾ അയാൾ ഒത്തിരി സന്തോഷത്തോടെ തൻ്റെ കളപ്പുര പൊളിച്ച് പുതിയത് പണിത് എല്ലാം അതിനകത്ത് ശേഖരിച്ച് വെച്ച് തിന്നുകുടിച്ച് ആനന്ദിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം അയാളുടെ ആത്മാവിനെ, അയാളുടെ ജീവനെ തിരികെ എടുത്തു. അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് നല്ല കാലാവസ്ഥയും നല്ല വിളവും തന്ന് അനുഗ്രഹിച്ച ദൈവത്തെ മറന്നുപോയി. തനിക്ക് വേണ്ടി അധ്വാനിച്ചവരെയും തൻ്റെ ചുറ്റുമുള്ളവരെയും മറന്നുപോയി. ധനികനായ മനുഷ്യനാണ്, വിളവ് കിട്ടും, അതൊക്കെ മിച്ചമാണ്, അതൊക്കെ മറ്റുള്ളവർ കൂടെ അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികമായ ഒത്തിരിയേറെ നന്മകൾ ചില അവസരങ്ങളിൽ ദൈവം നമ്മളിലേക്ക് വർഷിക്കും. അത് നമുക്ക് വേണ്ടി മാത്രം അല്ല, മറ്റുള്ളവർക്കൂടെ വേണ്ടി അവകാശപ്പെട്ടതാണ്. ആദ്യം നമ്മൾ ഇതൊക്കെ തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തെ നന്ദിയോടെ ഓർക്കണം. തുടർന്ന് നമ്മുടെ ചുറ്റുമുള്ളവർക്കായി ഇതൊക്കെ വീതിച്ചു കൊടുക്കണം. പുതിയ കളപ്പുര പണിയുകയല്ല, പഴയത് പൊളിച്ച് നമുക്ക് ആവശ്യമുള്ളത് കരുതി ബാക്കിയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവുക. പുതിയ കളപ്പുര പണിയുന്നതിന് പകരം നമ്മുടെ അതിർത്തികൾ വികസിപ്പിക്കാൻ കൂടുതൽ ആൾക്കാരെ നമ്മളുടെ ലഭിച്ചിരിക്കുന്ന നന്മകളിൽ പങ്കുപറ്റുവാൻ അനുവദിക്കുക. ഇങ്ങനെ മഹത്വമുള്ള മനോഹരമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.